Hello dear friends, welcome to RJ's physics classes. Atoms. Atomsile hydrogen atomile different orbitinde radius നമ്മൾ കണ്ടു. അതേ ഓർബിറ്റുകളിലൂടെ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യണ വെലോസിറ്റി നമ്മൾ കണ്ടു. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത് ആ ഓർബിറ്റുകളിലൂടെ സഞ്ചരിക്കണ ഇലക്ട്രോണിൻ്റെ എനർജി എങ്ങനെയാണ് കാണുക. What is the energy of electron in different orbits in hydrogen atom or in hydrogen like atoms? Ready? ആറ്റം എന്നുള്ള സുന്ദരമായ ലോകത്തിലൂടെ സഞ്ചരിക്കാൻ നിങ്ങൾ റെഡി ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബുക്കും പെന്നൊക്കെ എടുത്ത് റെഡി ആയിട്ടാണല്ലോ നമ്മളുടെ വീഡിയോ കാണാനിരിക്കുന്നത്. സോ എഴുതാൻ റെഡിയായി, ഫിസിക്സിൻ്റെ ലോകത്തിലൂടെ മാത്രം സഞ്ചരിക്കാൻ റെഡിയായി നിങ്ങൾ ഇരിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ യാത്ര നമുക്ക് ആരംഭിക്കാം. ഓക്കെ, സോ ആറ്റം എന്നുള്ള ക്വാണ്ടിറ്റിയിൽ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ഡിഫറെൻറ്റ് ഓർബിറ്റ്സ് ഇൻ എ ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഹൈഡ്രജൻ ആറ്റം, ഈ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സെൻറ്ററിൽ ന്യൂക്ലിയസ്, അതിലൊരു പ്രോട്ടോൺ, പുറത്തൊരു ഇലക്ട്രോൺ, ഈ റേഡിയസ് ആർ. ബോറിൻ്റെ ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ നമുക്കറിയാം, MV(r) = NH/2π. Okay, we require energy of charge or energy of electron in different orbits. Energy of electron in different orbits. Okay, so topic clear ആണല്ലോ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഈ ടോട്ടൽ എനർജീൻ്റെ ഇക്വേഷൻ എങ്ങനെ കാണുക? ഞങ്ങൾക്കറിയാം സർ, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി, അതാണ് ടോട്ടൽ എനർജി. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി, അതിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ടോട്ടൽ എനർജി എന്ന് വിളിക്കുക. ഞങ്ങൾക്കറിയാം. ഓക്കെ, അതന്നെയാണ് ടോട്ടൽ എനർജി, സംശയമൊന്നുമില്ല. ടോട്ടൽ എനർജി ഈസ് നത്തിങ് ബട്ട് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. നോ ഡൗട്ട്, അതന്നെയാണ് ഇക്വേഷൻ. ഈ കൈനറ്റിക് എനർജി എവിടുന്നാ കിട്ടുക? പൊട്ടൻഷ്യൽ എനർജി എവിടുന്നാ കിട്ടുക? പൊട്ടൻഷ്യൽ എനർജിയാണ് പറയാൻ എളുപ്പം. സോ ഞാൻ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. രണ്ട് ചാർജുകൾ r ഡിസ്റ്റൻസിൽ വെച്ചാൽ പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ അറിയാലോ. ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു. 1/4πε0 Q1 Q2 divided by R. That is the expression for potential energy. അറിയാം സർ, പഠിച്ചിട്ടുണ്ട്. Yeah, that's it. 1/4πε0 Q1 Q2 divided by R ആണ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്തായിരിക്കും പൊട്ടൻഷ്യൽ എനർജി? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ 1/4πε0 plus E into minus E divided by R means minus E²/R. This is the expression for potential energy. 1/4πε0 minus E² divided by R. സംശയമില്ലല്ലോ. പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ ഈ ടോപ്പിക്കിലേക്ക് കൊണ്ടുവന്നു. അറിയാം സർ, ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ദാറ്റ്സ് ഇറ്റ്, ഫൈൻ. ഓക്കെ, ഇനി കൈനറ്റിക് എനർജി കാണാൻ റേഡിയസിൻ്റെ എക്സ്പ്രഷൻ കണ്ട വീഡിയോയിൽ ഞാനൊരു MV² ഇക്വേഷൻ നിങ്ങളോട് എക്സ് എന്ന് മാർക്ക് ചെയ്തിട്ട് എഴുതി വെക്കാൻ പറഞ്ഞിരുന്നു. നോട്ട്ബുക്കിൽ നോക്കിക്കോളൂ, അങ്ങനെ ഒരു ഇക്വേഷൻ ഇല്ല എന്നുള്ളത്. ഓക്കെ, ഇതായിരിക്കും ആ ഇക്വേഷൻ. MV² = 1/4πε0 E²/R. നോക്കിക്കോളൂ, നോക്കി ഉറപ്പിച്ചിട്ട് തീരുമാനിച്ചാൽ മതി. റേഡിയസിൻ്റെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ ഇക്വേഷൻസ് എഴുതി വെച്ചിട്ടുണ്ടാവും. അതിലൊരു ഇക്വേഷൻ ബോക്സിൽ ഇട്ടിട്ട് എക്സ് എന്ന് പറഞ്ഞ് എഴുതാൻ പറഞ്ഞിരുന്നു, മറ്റൊരു ഇക്വേഷൻ വൈ എന്ന് പറഞ്ഞ് എഴുതാൻ പറഞ്ഞിരുന്നു. സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ കാണാം. ഓക്കെ, പാർട്ട് 3 വീഡിയോ കാണുമ്പോൾ അതിൽ റേഡിയസിൻ്റെ എക്സ്പ്രഷൻ ഉണ്ടാവും, അതിൽ ഈ ഇക്വേഷൻ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്. എന്തിനാ ഞാൻ ഇങ്ങനൊരു ഇക്വേഷൻ എഴുതിയേ? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം, 12mv². മനസ്സിലായി സർ. mv² കിട്ടിയ 12mv² എഴുതാൻ എളുപ്പമാണ്.
രണ്ട് ഭാഗത്തും ഹാഫ് ഇട്ട് കൊടുത്താൽ പോരെ. സോ ഹാഫ് mv² is half into 1/4 pi epsilon 0 into E square by R. So we got the expression for kinetic energy, we got the expression for potential energy, so we can easily find out total energy. എന്താ ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ വരിക? ടോട്ടൽ എനർജി ഈക്വൽ ടു ഈ പൊട്ടൻഷ്യൽ എനർജിയും അതേപോലെ ഈ കൈനറ്റിക് എനർജിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ടോട്ടൽ എനർജി. ഓക്കെ, സോ ടോട്ടൽ എനർജി കിട്ടാൻ കൈനറ്റിക് എനർജി ഹാഫ് ഇൻറ്റു 1/4 pi epsilon 0 E square by R. പൊട്ടൻഷ്യൽ എനർജി 1/4 pi epsilon 0 minus E square by R. ഈ 1/4 pi epsilon 0 E square by R രണ്ട് ക്വാണ്ടിറ്റിയിലും ഇല്ലേ? അവരെ നമുക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. 1/4 pi epsilon 0 E square by R എന്നുള്ള ക്വാണ്ടിറ്റി രണ്ടിലുണ്ട്. ഇതിൽ ബാക്കി വരിക ഹാഫ്, ഇതിൽ ബാക്കി വരിക -1. ഓക്കെ, സോ ഒന്നിൽ ഹാഫ് വരും, അടുത്തതിൽ -1 വരും. ഹാഫ് -1 മീൻസ് -1/2. അപ്പോൾ ടോട്ടൽ എനർജി എന്നുള്ളതിൻ്റെ ഇക്വേഷൻ എങ്ങനെ കിട്ടില്ലേ? -E square divided by 8 pi epsilon 0 R. ഇതാണ് ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ. ടോട്ടൽ എനർജി ഈക്വൽ ടു -E square divided by 8 pi epsilon 0 R. ഒരിക്കൽ കൂടെ പറയാം ഇതെങ്ങനെ വന്നെന്നുള്ളത്. നമുക്കറിയാം ടോട്ടൽ എനർജി കിട്ടണമെങ്കിൽ സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി, രണ്ട് ചാർജുകളും ഒരു ഡിസ്റ്റൻസും തന്നാൽ പൊട്ടൻഷ്യൽ എനർജി കാണാൻ നമുക്കറിയാം 1/4 pi epsilon 0 Q1 Q2 divided by R. Kinetic energy is nothing but half mv². ഹാഫ് mv² കിട്ടാൻ mv² വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ mv² നിന്ന് നമുക്ക് ഹാഫ് mv² കിട്ടും. അതാണല്ലോ കൈനറ്റിക് എനർജി. അതിനല്ലേ നമ്മൾ കൈനറ്റിക് എനർജി എന്ന് വിളിക്കണേ. ഓക്കെ, സോ ഹാഫ് mv² എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ദിസ് ക്വാണ്ടിറ്റി 1/4 pi epsilon 0 E square by R. ടോട്ടൽ എനർജി ഈസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഓക്കെ, സോ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ കൊടുത്തു, പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ കൊടുത്തു. ആ രണ്ട് ഇക്വേഷൻ നോക്കൂ, രണ്ടിലും 1/4 pi epsilon 0 E square by R കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനങ്ങോട്ട് പുറത്തേക്ക് എടുക്കുക. അതിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഈ ക്വാണ്ടിറ്റി പുറത്തെടുക്കണ സമയത്ത് ഇതിൽ ബാക്കി വരിക ഹാഫ്, ഇതിൽ ബാക്കി വരിക -1. ഹാഫ് -1 ഈസ് നത്തിങ് ബട്ട് -1/2. അത് കൊടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് ദ ആൻസർ total energy equal to -E square by 4 pi epsilon -E square by 8 pi epsilon 0 R. സംഭവമൊക്കെ ഉഷാറാണ്, പക്ഷെ ഞങ്ങൾ സ്വീകരിക്കൂല അല്ലെ. ടോട്ടൽ എനർജീൻ്റെ എക്സ്പ്രഷൻ ഒക്കെ രസമായി, പ്രശ്നമൊന്നുമില്ല, ബട്ട് വി വോണ്ട് ആക്സെപ്റ്റ്. അതെന്തേ? ഞങ്ങൾക്കറിയാം സർ, എനർജിയിൽ എന്ത് വരാൻ പാടില്ല? റേഡിയസ് വരാൻ പാടില്ല. എനർജി എന്നുള്ള ക്വാണ്ടിറ്റിയിൽ റേഡിയസ് എന്നുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവാൻ പാടില്ല. അഥവാ വന്നാൽ റേഡിയസിന് നമുക്കൊരു ഇക്വേഷൻ അറിയാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്തായിരുന്നു റേഡിയസിൻ്റെ ഇക്വേഷൻ? 2 വീഡിയോ മുന്നേ കണ്ടതാണ്. റേഡിയസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? n² r0. പറ്റില്ല, r0ൻ്റെ ഇക്വേഷനും കൂടി അവിടെ കൊടുത്താലേ ശരിയാവുള്ളൂ. ഓക്കെ, സോ റേഡിയസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം n² h² epsilon 0 by pi m E². ഇതാണ് നമ്മൾ പഠിച്ച റേഡിയസിൻ്റെ ഇക്വേഷൻ. ഈ വാല്യൂ നമ്മൾ നേരെ ഈ R എന്ന് കാണുന്നോർത്ത് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ പോസ് ചെയ്തിട്ട് ആ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക, പിന്നെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. രണ്ട് കൂട്ടർക്കും, നിങ്ങൾക്കും എനിക്കും ഒരേ ആൻസറാണ് കിട്ടണതെങ്കിൽ അതായിരിക്കും കറക്റ്റ്, നോ ഡൗട്ട്. ഓക്കെ, സോ ടോട്ടൽ എനർജി കാണുമ്പോൾ
minus e square divided by 8 pi epsilon 0 into r എന്ന് കാണുന്നിടത്ത് rന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n സ്ക്വയർ h സ്ക്വയർ എപ്സിലോൺ 0 ബൈ പൈ m e സ്ക്വയർ. അത് മുകളിലേക്ക് പോകും. പൈ പൈ ക്യാൻസൽ ചെയ്യും. ഓക്കെ, പൈ പൈ എന്നുള്ള ക്വാണ്ടിറ്റി ക്യാൻസൽ ആവും. ബാക്കി ഇപ്പോൾ അതിലൊന്നും ക്യാൻസൽ ചെയ്യാനില്ല. ഓക്കെ, ബാക്കിയൊക്കെ അതേപോലെ അവിടെ നിൽക്കും. സോ ടോട്ടൽ എനർജീൻ്റെ ഇക്വേഷൻ വരിക, ടോട്ടൽ എനർജി ഈക്വൽ ടു മൈനസ് എം ഇ റൈസ് ടു 4 ബൈ 8 എപ്സിലോൺ 0 സ്ക്വയർ എച്ച് സ്ക്വയർ എൻ സ്ക്വയർ. ഇതാണ് ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ. മൈനസ് എം ഇ റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 8 എപ്സിലോൺ 0 സ്ക്വയർ എച്ച് സ്ക്വയർ എൻ സ്ക്വയർ. Once again, we got a quantity. അതിൽ എത്ര വേരിയബിൾസ് ഉണ്ട് നോക്കിയേ. There is only one variable, that is n. ഓക്കെ, ബാക്കിയൊക്കെ കോൺസ്റ്റന്റുകളാണ്. അതിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകൾ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയത് മൈനസ് 13.6 EV ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ m e raised to 4 divided by 8 epsilon 0 square h square ന്റെ വാല്യൂ ആണ് 13.6 ഇലക്ട്രോൺ വോൾട്ട്. ഇതിൽ n എന്നുള്ള വേരിയബിൾ ഒഴികെ ബാക്കി എല്ലാറ്റിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് മൈനസ് 13.6 EV ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ. ഐഡിയ കൃത്യമായിട്ട് മനസ്സിലായോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞല്ലേ? ഓക്കെ, സോ ടോട്ടൽ എനർജി വിൽ ബി മൈനസ് 13.6 EV ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ. ഇതാണ് ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ. ലോജിക് ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഓക്കെ, സോ ടോട്ടൽ എനർജി ഈസ് മൈനസ് 13.6 EV ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ. ഇനി ഏത് ഓർബിറ്റിന്റെ എനർജി ചോദിച്ചാലും, അല്ലെങ്കിൽ ഏത് ഓർബിറ്റിലെ ഇലക്ട്രോണിന്റെ എനർജി ചോദിച്ചാലും പറഞ്ഞൂടെ? ഫസ്റ്റ് ഓർബിറ്റിലെ ഇലക്ട്രോണിന്റെ എനർജി എത്രയാണ്? മൈനസ് 13.6 EV. സെക്കൻഡ് ഓർബിറ്റിലെ ഇലക്ട്രോണിന്റെ എനർജി എത്രയാണ്? മൈനസ് 13.6 EV ബൈ എൻ സ്ക്വയർ. തേർഡ് ഓർബിറ്റിലെ ഇലക്ട്രോണിന്റെ എനർജി എത്രയാണ്? മൈനസ് 13.6 EV ബൈ 3 സ്ക്വയർ. ഫോർത്ത് ഓർബിറ്റിലെ ഇലക്ട്രോണിന്റെ എനർജി എത്രയാണ്? മൈനസ് 13.6 EV ഡിവൈഡ് ബൈ 4 സ്ക്വയർ. ഇനി ഏത് ഓർബിറ്റിലെ ഇലക്ട്രോണിന്റെ എനർജി ചോദിച്ചാലും ഈ മെത്തേഡ് പോരെ, വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിന് ആൻസർ പറയാൻ പറ്റും. ലോജിക് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കണോ? ഓക്കെ, സോ ഏത് ഓർബിറ്റിലെ ഇലക്ട്രോണിന്റെ എനർജി ചോദിച്ചാലും നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഹൈഡ്രജൻ ആറ്റത്തിലെ ഏത് ഓർബിറ്റിൽ ഇലക്ട്രോൺ നിൽക്കുകയാണെങ്കിലും ആ ഓർബിറ്റിൻ്റെ റേഡിയസ് എത്രയെന്ന് നമുക്കറിയാം. ആ ഓർബിറ്റിലൂടെ ഇലക്ട്രോൺ നീങ്ങണ വെലോസിറ്റി എത്രയെന്ന് നമുക്കറിയാം. ആ ഓർബിറ്റിലെ ഇലക്ട്രോണിൻ്റെ എനർജി എത്രയെന്ന് നമുക്കറിയാം. ഓക്കെ, സോ വി ആർ ഗെറ്റിംഗ് മോർ ആൻഡ് മോർ കമാൻഡ് അബൌട്ട് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഓരോ ഏരിയകളായിട്ട് നമ്മളെ കമാൻഡിങ് നമ്മൾ എന്ത് ചെയ്യാണ്? കൂട്ടിക്കൊണ്ടിരാണ്. ഓക്കെ, വി നോ ദ റേഡിയസ് ഓഫ് എനി ഓർബിറ്റ് ഇൻ ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, ദെൻ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ എനി ഓർബിറ്റ് ഇൻ ഹൈഡ്രജൻ ആറ്റം ആൻഡ് എനർജി ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, ഏത് സ്പെസിഫിക് ഓർബിറ്റിലെ ഇലക്ട്രോണിൻ്റെ എനർജി ചോദിച്ചാലും യൂസിങ് ദിസ് ഇക്വേഷൻ വി ക്യാൻ ഈസിലി ഫൈൻഡ് ഇറ്റ് ഔട്ട്. ക്ലിയർ? പ്രശ്നമൊന്നുമില്ലല്ലോ? എന്താണ് ഈ ഇക്വേഷൻ്റെ ഉദ്ദേശം എന്ന് വളരെ സിമ്പിളായിട്ട് മനസ്സിലായില്ലേ? ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഐഡിയ കിട്ടുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, ഇനി ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ആണ്. ഇൻ ദ കേസ് ഓഫ് ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ്, നമുക്ക് ഹൈഡ്രജൻ മാത്രം പോരാ, പകരം എന്തും കൂടെ വേണം? ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുണ്ട്. ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിൻ്റെ എനർജി കാണാൻ നമുക്കറിയാം, എവിടെയാണോ ഇ സ്ക്വയർ ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ സെഡ് ഇ സ്ക്വയർ. എവിടെ ഇ സ്ക്വയർ ഉണ്ടോ ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ സെഡ് ഇ സ്ക്വയർ. അപ്പോൾ ഇ റൈസ് ടു 4നെ നമുക്ക് ആദ്യം തന്നെ എങ്ങനെ എഴുതാം? ഇ സ്ക്വയർ ഇൻറ്റു ഇ സ്ക്വയർ. ഒന്നാമത്തെ ഇ സ്ക്വയർ മാറ്റിയിട്ട് സെഡ് ഇ സ്ക്വയർ, രണ്ടാമത്തെ ഇ സ്ക്വയർ മാറ്റിയിട്ട് സെഡ് ഇ സ്ക്വയർ. അപ്പം നമുക്ക് എന്ത് വരും? സെഡ് സ്ക്വയർ ഇ റൈസ് ടു 4 എന്ന് വരും.
Okay, so ഇവിടെ നമുക്കൊരു z square എന്നുള്ള ക്വാണ്ടിറ്റിയും കൂടി എക്സ്ട്രാ വരും. So total energy of electron in hydrogen like atom is minus m z square e raised to 4 divided by 8 epsilon 0 square h square n square. This is the expression for total energy of electron in any orbit in hydrogen like atoms. ഒരു z square അവിടെ ചേരും. സോ ഇതിൻ്റെ വാല്യൂസ് നമുക്കറിയാം -13.6 ആണ്. ഓക്കെ, സോ -13.6 z square by n square electron volt. ഇതാണ് എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ്. ഓക്കെ, ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിലെ ഇലക്ട്രോണിൻ്റെ ടോട്ടൽ എനർജി കണ്ടുപിടിക്കാൻ വി വിൽ യൂസ് ദിസ് ഇക്വേഷൻ. ടോട്ടൽ എനർജി വിൽ ബി -13.6 z square by n square eV. പറഞ്ഞ ഐഡിയ വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ, ആ ഇക്വേഷൻ ഇങ്ങനെയാണ്. എനർജി ഈസ് -13.6 eV ഡിവൈഡഡ് ബൈ n സ്ക്വയർ. നമ്മൾ ഇതിൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഫസ്റ്റ് ഓർബിറ്റിലെ ഇലക്ട്രോണിൻ്റെ എനർജി എത്രയെന്ന് ചോദിച്ചാൽ n = 1. സോ -13.6 divided by 1 square, we will get the answer -13.6 eV. രണ്ടാമത്തെ ഓർബിറ്റിലെ എനർജി എത്രയാണെന്ന് ചോദിച്ചാൽ, ആൻസർ -13.6 eV by 2 square. It is -3.4 eV. മൂന്നാമത്തെ ഓർബിറ്റിലെ എനർജി എത്രയാണെന്ന് ചോദിച്ചാൽ -13.6 eV divided by 9. Okay, its value is -1.51. നാലാമത്തെ ഓർബിറ്റിലെ എനർജി എത്രയാണെന്ന് ചോദിച്ചാൽ -13.6 eV divided by 16. It is -0.85. അഞ്ചാമത്തെ ഓർബിറ്റിലെ എനർജി എത്രയാണെന്ന് ചോദിച്ചാൽ -13.6 eV divided by 25. Its answer is -0.54. ആറാമത്തെ ഓർബിറ്റിലെ എനർജി എത്രയാണെന്ന് ചോദിച്ചാൽ -13.6 eV divided by 6 square. Its answer is -0.37. ഇനി 7, 8, 9 ഒക്കെ കിട്ടുമല്ലോ. എനിക്ക് ആവശ്യമുള്ളത് മാത്രം അവിടെ എഴുതി വെച്ചതാണ്. ഫസ്റ്റ് ഓർബിറ്റ് 13.6 by 1 square. സെക്കൻഡ് ഓർബിറ്റ് ആണെങ്കിലോ -13.6 by 2 square. തേർഡ് -13.6 by 3 square. ഫോർത്ത് -13.6 by 4 square. ഫിഫ്ത്ത് -13.6 by 5 square. സിക്സ് -13.6 divided by 6 square. അതിൻ്റെ വാല്യൂസ് എഴുതി വെച്ചു. ഇനി ഇവിടെ ചെയ്ത സർക്കസ് എന്താ വെച്ചാൽ വെറുതെ ഒരു ആക്സിസ് മാർക്ക് ചെയ്യാണ്. ഇവിടെയാണ് ഇത് തുടങ്ങണത്. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങനെ വെറുതെ വരച്ചു പോയിട്ടുണ്ടെന്ന് മാത്രം. ഇത് 0 ആണെങ്കിൽ -1, -2, -3, -4, -5, -6, -7, -8. ഓക്കെ, ഇനി അങ്ങനെ പോവും. -9, -10 ഇങ്ങനെ പോവാണ്. ഓക്കെ, -9, -10, -11. ഓക്കെ, -11 വരുന്നുണ്ട്. ഓക്കെ, ഇനി -12, -13. ഓക്കെ, നമ്മൾ റേഞ്ച് കഴിഞ്ഞ് പോവും. സോ അത് ആവശ്യമില്ല എന്നുള്ളതുകൊണ്ടാട്ടോ അങ്ങോട്ട് താഴേക്ക് എഴുതിയേ. തൽക്കാലം നമ്മൾ അതിൻ്റെ മോസ്റ്റ് സയൻറ്റിഫിക് ഫിഗർ ഒന്നല്ല വരയ്ക്കണത്, അത് NCERT കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. ഇതിൽ ഫസ്റ്റ് ഓർബിറ്റ് -13.6 ആണ്. ഓക്കെ, അപ്പം ഞാൻ തൽക്കാലം എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ചാൽ ഈ റീഡിങ്സ് ഒക്കെ ഇതുവരെ എഴുതിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഒരു അപ്രോക്സിമേഷൻ നടത്തുകയാണ്. ഓക്കെ, ഇത് -13ഉം ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയുണ്ട്, ഇത് -13, ഇത് -14, ഇങ്ങനെയാണ് തൽക്കാലം വിചാരിക്കാം. ഓക്കെ, പക്ഷെ വരയ്ക്കാൻ ഒന്നുകൂടി ഹാൻഡി ആക്കാൻ വേണ്ടി മാത്രം കേട്ടോ. അത്രയും ദൂരം താഴേക്ക് പോകണം. നമ്മൾ ഈ ഗ്രാഫ് പേപ്പർ വലുതെടുത്ത് വെച്ചാൽ നമുക്കിത് കൃത്യമായിട്ട് വരയ്ക്കാം.
-13.6 eV ആണ് ഫസ്റ്റ് ഓർബിറ്റിന്റെ എനർജി എന്ന് പറഞ്ഞാൽ സംവർ ഹിയർ. ഇതാണ് ഫസ്റ്റ് ഓർബിറ്റിന്റെ എനർജി വരാം. ഇവിടെയാണ് ഫസ്റ്റ് ഓർബിറ്റ്. ഓക്കെ, സെക്കൻഡ് ഓർബിറ്റ് നോക്കിയേ -3.4 എന്ന് പറഞ്ഞാൽ ഇവിടെ സംവർ ഹിയർ. ഇതാണ് സെക്കൻഡ് ഓർബിറ്റ്. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഫസ്റ്റ് ഓർബിറ്റ് ഇങ്ങനെ വരും, സെക്കൻഡ് ഓർബിറ്റ് വെറുതെ മാക്സിമം നീട്ടി വരയ്ക്കണമെന്ന് മാത്രം കേട്ടോ. ഓക്കെ, ഇനി തേർഡ് ഓർബിറ്റ് നിൽക്കണതോ -1.51 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഹിയർ. ഞാൻ പരമാവധി താഴേക്ക് വരയ്ക്കാം കേട്ടോ. ഓക്കെ, പരമാവധി അത് താഴേക്ക് വരയ്ക്കുകയാണ്. അതിൻ്റെ ഉദ്ദേശം സിമ്പിളാണ്. മുകളിലെത്തുമ്പോൾ അത് ഓവർ ക്രൗഡഡ് ആയിട്ട് മാറും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം താഴേക്കാണ് അത് വരയ്ക്കാൻ നോക്കണത്. E4 -0.85. സോ ഇവിടെയൊക്കെ ആയിട്ടാണ് E4 വരാം. ഓക്കെ, E5 എവിടെ വരാൻ നോക്കിയേ? -0.54 ഇവിടെ ആയിട്ടാണ് വരാം. ഇനി അടുത്തത് E6 -0.37 ഇവിടെ ആയിട്ടായിരിക്കും E6 വരാം. ആദ്യത്തെ ലെവലുകൾക്കിടയിൽ ഭയങ്കര സ്പേസ് ആണെങ്കിൽ അടുത്ത ലെവലുകൾ കൂടുതൽ ക്രൗഡഡ് ആയിട്ട് മാറും. ഓക്കെ, സോ ഇനി വരുന്ന എല്ലാം അതിൻ്റെയും സീറോൻ്റെയും ഇടയിലാണ് വരേണ്ടത്. അപ്പോൾ അത് മുഴുവൻ അവിടെ ഡെൻസർ ആയിട്ട് നിൽക്കും. അപ്പം അതൊന്ന് ഏകദേശ ഒരു ഓർഡറിൽ വരച്ചു വെക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. എനർജി എന്നുള്ള ഇക്വേഷൻ -13.6 eV/n². ആ ഐഡിയ പ്രകാരം ഫസ്റ്റ് ഓർബിറ്റിന്റെ എനർജി എന്ന് പറയുന്നത് -13.6 eV, സെക്കൻഡ് ഓർബിറ്റിന്റെ എനർജി എന്ന് പറയുന്നത് -3.4 eV, തേർഡ് ഓർബിറ്റിന്റെ എനർജി എന്ന് പറയുന്നത് -1.51 eV, ഫോർത്ത് ഓർബിറ്റിന്റെ -0.85, ഫിഫ്ത്ത് ഓർബിറ്റിന്റെ -0.54, സിക്സ്ത് ഓർബിറ്റിന്റെ -0.37. ഓക്കെ, ഇങ്ങനെ ഓരോ ഓർബിറ്റിൻ്റെയും എനർജി നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി ഇതിലല്ലേ ഇലക്ട്രോൺസ് ഉണ്ടാവുക. ആ ഇലക്ട്രോൺ ആണ് എനർജി കിട്ടിയിട്ട് കൂടുതൽ ഉയരത്തിലേക്ക് പോവുക, അതേപോലെ അവിടുന്ന് താഴേക്ക് വരാം. അതിന് വേണ്ടിയിട്ട് ഈ എനർജി ഡയഗ്രാം നമ്മൾ വരച്ചു വെച്ചു എന്ന് മാത്രം. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഈ എനർജി ഡയഗ്രാം നമ്മൾ വരച്ചു വെച്ചു ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട്. ഐഡിയ കിട്ടിയോ? ഇനി ഇതിൻ്റെ ട്രാൻസിഷൻസും കാര്യങ്ങളുമാണ് ഇനി പറയാനുള്ളത്. സോ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ എ സ്പെസിഫിക് ഓർബിറ്റ് ആണ് നമ്മളുടെ ഈ വീഡിയോയുടെ ലക്ഷ്യം. ആ ലക്ഷ്യം നിറവേറിക്കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ട്രാൻസിഷൻസ്, ഫ്രീക്വൻസീസ് ആൻഡ് വേവ് ലെങ്ത് ഒക്കെ അടുത്ത വീഡിയോയിലാണ് പറയാൻ പോണത്. സോ അടുത്ത വീഡിയോ വരേക്കും ബൈ.